ഒരു ഐ ഡി. ആ ഐ ഡി വന്ന് ഞാൻ യൂട്യൂബ് ചാനലിലിട്ട വീഡിയോയുടെ അടിയിൽ വന്ന് അവൻ്റെ ഉള്ള വിഴുപ്പ് മൊത്തം, അല്ലെങ്കിൽ അവളോ അവനോ ആരോ അകത്തിട്ട് ആ മനസ്സിലെ വിഴുപ്പ് എന്താണോ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കുന്ന പദം, ആ പദം ഇവിടെ വന്ന് എഴുതിയിട്ടേക്കുക. എനിക്ക് പോലും ഇത് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല. ദേശീയ എന്ന് എഴുതി വെച്ച്, ദേശീയ ഏറ്റവും വലിയ വേശ്യ, ദേശീയ അന്ന് കാ 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 എന്തൊക്കെയാ എഴുതിയേക്കുന്നതെന്നറിയത്തില്ല. പിന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു സ്ത്രീയുടെ ഒരു പേരും എഴുതി വെച്ചിട്ടുണ്ട്. ഒരു മഹതി, ഒരു പുണ്യവതിയായ ഒരു ഒരു അമ്മ എന്ന് തന്നെ ഞാൻ അവരെ വിളിക്കുന്നു. അവരുടെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള നാറികളോട് പറയുന്നു, എടാ നാറി, നീ അവരെ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി അവരെ കയറി നീ കുണച്ചിട്ടുണ്ടോ? ഇല്ല. നീ അവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ആരൊക്കെയോ ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ തോന്നുന്ന വൃത്തികേടുകൾ ഓരോരുത്തരും പറഞ്ഞും എഴുതിയും കാലങ്ങളോളം ഇങ്ങനെ നടക്കുന്നു. അത് വായിച്ചും കേട്ടും ഒക്കെ നിന്നെപ്പോലുള്ള നാറുകൾ അത് വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് നടക്കുന്നു. അതിപ്പം ആ സ്ത്രീക്ക് ഒരുപാട് പ്രായമുണ്ട്. നീ അവരെ ബഹുമാനിക്കുകയൊന്നും വേണ്ട. പക്ഷെ ഇനി മേലാൽ അവരെക്കുറിച്ചോ എന്നെക്കുറിച്ചോ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോയുടെ അടിയിൽ കൊണ്ടുവന്ന് എഴുതിയിടാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം, നീയും ആ സ്ത്രീയും തമ്മിൽ യാതൊരു ശാരീരിക ബന്ധവും പുലർത്തിയിട്ടില്ല. ഇത്തിരി യുക്തിബോധത്തോടെ, കാലം വളർന്നില്ലേ, ഇനിയെങ്കിലും ഇത്തിരി യുക്തിചിന്തയോടും ജീവിക്കാൻ ശ്രമിക്കുക. നീ എഴുതിയേക്കുന്നതൊക്കെ നിൻ്റെ ഉള്ളിലെ വിഴുപ്പുകളാണെന്ന് സ്വയം മനസ്സിലാക്കുക കേട്ടോ. നീ ഈ എഴുതിയതുപോലെ എനിക്കെന്താ അങ്ങനെ തോന്നാത്തത്? കാരണം നിന്നേക്കാൾ ഹൈ ക്വാളിറ്റി എനിക്കുണ്ട്. മനസ്സിലായോ? അവരുടെ ഒരു കൊണിശത്ത് വരാൻ, അവരുടെ ഒരു ബുദ്ധിയുടെ കഴിവിൻ്റെ കൊണിശത്ത് വരാൻ നിന്നെയും കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ നിനക്ക് അതുപോലെ എത്താൻ കഴിയാത്ത, അതുപോലും എത്താൻ കഴിയുന്നില്ല. നിൻ്റെ കഴിവില്ലായ്മയെ നീ ആദ്യം മനസ്സിലാക്കുക. സമൂഹത്തിലൊന്ന് അറിയപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അവർ നല്ല ചെറുപ്പക്കാരിയായിരുന്ന അക്കാലത്ത്, ഇപ്പോഴും ചെറുപ്പക്കാരിയും നല്ല സുന്ദരിയൊക്കെയാണ്. അക്കാലത്ത് അവരുടെ അടുക്കിലേക്ക് ആണും പെണ്ണുമായിട്ടുള്ള എല്ലാവരും അടുത്തുകൂടി അവരെയൊക്കെ ഇങ്ങനെ ആലിംഗനം ചെയ്തു. അവർ ആലിംഗനം ചെയ്തു, ഉമ്മ വെച്ചു, മാറോടണച്ചു. അത് ഈ ലോകത്ത് അവർ മാത്രമല്ല, നീയും ചെയ്യുന്നതാണ്. നിൻ്റെ കൂട്ടുകാരെ കാണുമ്പോൾ നീയും ചെയ്യും, അമ്മമാർ ചെയ്യും, നിൻ്റെ തള്ള വരെ ചെയ്തിട്ടുണ്ട്, നിൻ്റെ തള്ളയും ചെയ്തിട്ടുണ്ട്, നിൻ്റെ പെങ്ങളുണ്ടെങ്കിൽ പെങ്ങളും ചെയ്തിട്ടുണ്ട്, കൂട്ടുകാരികളുണ്ടെങ്കിൽ അവരും ചെയ്തിട്ടുണ്ട്, കൂട്ടുകാരന്മാരുണ്ടെങ്കിൽ അവരും ചെയ്തിട്ടുണ്ട്. ഈ ഹഗ് എന്ന് പറയുന്ന സംഭവം എല്ലാവരും ഈ ലോകത്തെല്ലാവരും ചെയ്യുന്നതല്ല. അത് പ്രധാനപ്പെട്ട ഒരു പെണ്ണോ ആണോ ചെയ്യുന്നതൊന്നുമല്ല. മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹഗ് ചെയ്യുന്നുണ്ട്, ഉമ്മ കൊടുക്കുന്നുണ്ട്. എന്തിനാടാ കോന്തായി ഇത്രയും കാലങ്ങൾ ഇത്രയായിട്ടും ബുദ്ധി കുറയ്ക്കാതെ ഇങ്ങനെ പലതും വന്ന് എഴുതി വെക്കുന്നത്? അവരുടെ അത്ര വിദ്യാഭ്യാസം പോലും നിനക്കില്ല. മാനസിക വിദ്യാഭ്യാസം പോലും നിനക്കില്ല. നന്നായിട്ടൊന്ന് എഴുതാൻ പോലും നിനക്ക് അറിയത്തില്ല. പോട്ടെ, നീ നന്നായിട്ട് എഴുതിയൊന്നും വേണ്ട. ഇപ്പോൾ എഴുത്തിലോ വായനയിലോ ഒന്നും ഒരു കഴമ്പും ഇല്ല. കാരണം ഇവിടെ എഴുതിയിട്ട് ആരെങ്കിലും വലിയ ആളായിട്ടുണ്ടോ? ആരെങ്കിലും വലിയ 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 കേമരാകയിട്ടുണ്ടോ? ഒട്ടുമില്ല. ഓരോരുത്തരും അവരവരുടെ അറിവിൻ്റെയും കഴിവിൻ്റെയും രീതിയിൽ ജീവിക്കുന്നു, മരിക്കുന്നു. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. മനസ്സിലായോ? നിന്നെപ്പോലുള്ള നാറുകൾക്ക് ഞാനിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ ഇത്തിരി അറിവും ബോധമുള്ളവർ എൻ്റെ ഈ ചാനൽ വന്ന് കാണുകയും കേൾക്കുകയും ചെയ്യും. നീ എന്നെയെങ്കിലും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ വന്ന് എഴുതിയിടുന്ന നീയുണ്ടല്ലോ, നീ ആരെയൊക്കെയാണോ
വേശ്യ എന്ന പദം ഉച്ചരിക്കുന്ന അവരുമായിട്ടൊന്നും നീ ശാരീരിക ബന്ധം പുലർത്തുന്നില്ല എന്ന യഥാർത്ഥ സത്യം നീ മനസ്സിലാക്കുക. നീ എൻ്റെ പേരിലെങ്ങാനും എഴുതിയിടുക എന്നുണ്ടെങ്കിൽ, മയിരേ, നിനക്ക് ഞാൻ കാല് കവച്ചെങ്ങാനും തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തോ മയിരുണ്ടാക്കാനാണ് നീ ഇങ്ങനെ വന്ന് എഴുതിയിടുന്നത്? സത്യസന്ധമായ കാര്യങ്ങൾ വേണം എഴുതിയിടേണ്ടത്. മനസ്സിലായോ? നിന്നെപ്പോലെ വലിക്കാൻ നടന്നതല്ല. ഞാൻ നന്നായിട്ട് വിദ്യാഭ്യാസം എടുത്തിട്ടുള്ളവളാ. എൻ്റെ അത്രയും ശില്പം പണിയാൻ നിനക്കറിയോ? കുട്ടിക്കാലം മുതൽ എൻ്റെ തൊഴിൽ അതായിരുന്നു. നീ എഴുതി ഉണ്ടാക്കിയതല്ല എൻ്റെ തൊഴിൽ. ഞാൻ അക്ഷരങ്ങൾ പഠിക്കാൻ പോയി സ്കൂളിൽ. അല്ലാതെ നീ എഴുതിയിട്ട് ഈ പണിക്കല്ലായിരുന്നു ഞാൻ ജോലി പോയത്. നീ എഴുതിയിട്ടില്ലേ വേശ്യാന്ന്? ആ പണിക്കല്ല ഞാൻ പോയത്, അക്ഷരം പഠിക്കാനാണ് പോയത്. എത്ര വർഷം അതിനു വേണ്ടി കളഞ്ഞെന്നറിയാമോ? ഏ കോളേജ് തലത്തിൽ വരെ പോയിട്ടുള്ളവളാണ് ഞാൻ. അപ്പോൾ നീ ഈ പറയുന്ന തലത്തിലേക്കൊന്നും പോകാനുള്ള സമയമൊന്നും എനിക്കില്ലായിരുന്നു. എനിക്കത് ഇഷ്ടമായിരുന്നില്ല. പിന്നെ ചിത്രം വരപ്പ് എത്ര കാലം അതെടുത്തെന്നറിയാമോ? അത് വരയ്ക്കാൻ കുട്ടിക്കാലത്തെ അതിന് പരിശീലനം വേണം. അക്ഷരം പഠിക്കാൻ പരിശീലനം വേണം, പാട്ട് പാടാനായിട്ട്, പിന്നെ മേക്കപ്പ് ചെയ്യാൻ, തുണികൾ തുന്നാനായിട്ട്, പിന്നെ ഈ എഴുതി പഠിക്കാനായിട്ട്, വളരെ മനോഹരമായ രീതിയിൽ പല രീതിയിൽ എഴുതി പഠിക്കുവാനായിട്ട്. മനസ്സിലായോ? അതിന് ഓരോ നിമിഷങ്ങളും ദിനങ്ങളും വർഷങ്ങളും പിന്നെ മാസങ്ങളും ഒക്കെയും വേണം. അതൊക്കെ മനസ്സിലാക്കിയെടുത്താലേ നിൻ്റെ ഈ പൊള്ളത്തരമായ വാക്കുകളെ ഒന്നും ആരും വിശ്വസിക്കത്തില്ല. നീ ഈ പറഞ്ഞ തൊഴിൽ നിന്റെ തള്ള ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാണ്. നിൻ്റെ ആ തള്ളയുടെ പൂർണ്ണത്തിൽ കൂടാണ് നീ വന്നത്. അതാണ് നിൻ്റെ തള്ള ഈ തൊഴിലെടുത്ത് അത് നീ കേട്ട് 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 നിൻ്റെ ഉള്ളിൽ നിൻ്റെ തള്ളയെ നിൻ്റെ തൊട്ടടുത്തുള്ളവരോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിക്കുന്ന വിളി നീ കേട്ട് കേട്ട് നിനക്ക് സഖിയിട്ട് ഭ്രാന്ത് പിടിച്ച് കാണുന്ന എല്ലാ പെണ്ണുങ്ങളെയും, ഇത്തിരി വെട്ടിത്തിളങ്ങി നിൽക്കുന്ന എല്ലാ പെണ്ണുങ്ങളെയും പിന്നെ നിനക്ക് അങ്ങനെ വിളിക്കേണ്ടി ഗതികേട് വരിക. നിനക്ക് മനസമാധാനം കിട്ടുന്നില്ല. നിനക്ക് പിന്നെ അത് കൊണ്ടുവന്ന് എൻ്റെ വീഡിയോയുടെ അടിയിലും കൊണ്ടുവന്ന് എഴുതി വയ്ക്കാൻ തോന്നുക. ഈ ലോകത്തെ ഏതെങ്കിലും ഒരു പെണ്ണ് നല്ല രീതിക്ക് ഒന്ന് ചിത്രം വരയ്ക്കുകയാണെങ്കിൽ അവളെ വേശ്യയെന്ന് വിളിക്കുക. പിന്നെ നൃത്തം ചെയ്യുവാണെങ്കിൽ അവളെ വേശ്യയെന്ന് വിളിക്കുക. ആളുകളുമായിട്ട് ഇടപെടുകയാണെങ്കിൽ അവളെ വേശ്യയെന്ന് വിളിക്കുക. പിന്നെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ അവളെ വേശ്യയെന്ന് വിളിക്കുക. നീയൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? ഏത് നൂറ്റാണ്ടിലാണ് നീയൊക്കെ ജീവിക്കുന്നത്? ഇനിയെങ്കിലും കണ്ണു തുറക്ക്. സ്വന്തം കഴിവില്ലായ്മയെ നീ മനസ്സിലാക്ക്. ആരെങ്കിലും സ്കൂളിൽ പോയിട്ടില്ല എന്നിരിക്കട്ടെ, അവരുടെ സ്വതസിദ്ധം സ്കൂളിലൊന്നും പോവണ്ട, പള്ളിക്കൂടത്തിൽ പോയി പഠിക്കുകയൊന്നും വേണ്ട ഇത്ര അറിവ് ഉണ്ടാക്കാനായിട്ട്. അവരവരുടെ സ്വതസിദ്ധമായിട്ട് ഏതെങ്കിലും കലകൾ, ഒന്നുകിൽ ചില ആളുകൾക്ക് രാഷ്ട്രീയത്തോടൊരു കലയുണ്ടായിരിക്കും, അവർ പിന്നെ സ്കൂളിലൊന്നും പോകത്തില്ല, അവരത് ആർജിച്ച് പരിശീലിച്ച് ഇങ്ങനെ വരും. പിന്നെ അവരുടെ ആത്മീയവും ഭൗതികവുമായ രീതിയിലൂടെ അവർ വളർന്നു വരും. അതിന് നിന്നെപ്പോലുള്ള നാറികൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു പേരെഴുതി വെച്ചല്ലോ, വേണേ ഇനി എൻ്റെ വീഡിയോയുടെ അടിയിൽ മറ്റൊരാളുടെ പേരെഴുതി വെക്കരുത്. അതുപോലെ നീ എഴുതിയിട്ടേക്കുന്നത് നിനക്ക് സ്വന്തമായിട്ടൊരു ചാനൽ ഉണ്ടാക്കിയിട്ട് തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ നിനക്ക് സ്വന്തമായിട്ടൊരു ചാനൽ അങ്ങോട്ട് ഇട്ടിട്ട് നീ സ്വന്തമായിട്ട് മുഖവും കാട്ടി വന്ന് അവിടെ ഒന്ന് വീഡിയോ ഇട്ട് നീ ഒന്ന് ജീവിച്ച് നോക്ക്. ഒരു അഡ്രസ്സ് ഉണ്ടാക്കുക, നട്ടൽ നിവർത്തി ജീവിക്കാൻ നോക്ക്. വന്ന് എഴുതിയിട്ടേക്കുന്ന നാണവും മാനവും ഇല്ലാതെ. നിന്നെപ്പോഴും വലിക്കാനിരുന്നതല്ല ഞാൻ. എൻ്റെ കുട്ടിക്കാലം മുതലേ കഷ്ടപ്പെട്ടാണ് ഇവിടെ ജീവിച്ചത്. മനസ്സിലായോ? നൃത്തത്തോട് നന്നായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. കുട്ടിക്കാലം മുതലേ നന്നായിട്ട് നൃത്തം ചെയ്ത് ഈ പറയുന്ന പണി ചെയ്യാനല്ലായിരുന്നു പോയത്.
ചിത്രരചന. അതിന് നല്ലവണ്ണം കഷ്ടപ്പെട്ടു. ഇത്ര വർഷത്തോളം ഞാൻ ഇവിടെ വരെ എത്തിയെന്നുണ്ടെങ്കിൽ നീ എൻ്റെ കഴിവുകളെ ഓരോന്നും എണ്ണി 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 മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കേട്ടോടാ നാറി. എൻ്റെ അത്രയും എൻ്റെ ജീവിതത്തിൻ്റെ അത്രത്തോളം എത്താനുള്ള കഴിവ് പോലും ഇല്ലാത്ത കഴിവ് വെട്ട നാറി, നീ എൻ്റെ കാൽ കീഴിൽ കൃമികീടമാണ്. മനസ്സിലായോ? വെറും കൃമികീടം. ആ ആ സ്ത്രീ ഇപ്പം ഇത്രയും പ്രായമായി. അവരെന്തെല്ലാം അവിടെ ജീവിച്ചിരുന്നോണ്ട് എന്തെല്ലാം ചെയ്ത്, എന്തെല്ലാം ഉണ്ടാക്കി, എത്രയോ പേർക്ക് പിന്നെ നല്ല സമൂഹത്തിന് അവർക്കും മറ്റുള്ളവർക്കും ജീവിതമാർഗം കണ്ടെത്തുന്ന നിന്നെപ്പോലൊരു നാറിക്ക്, ഒരു തീട്ട പണ്ടാരത്തിന്, ഒരു 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 മാംസപിണ്ഡത്തിന് അവിടെ വരെ എത്താനുള്ള എന്തെങ്കിലും ഒരു യോഗ്യതയുണ്ടോ? പോട്ടെ, എൻ്റെ കഴിവിനോളം എങ്കിലും എത്താനുള്ളൊരു യോഗ്യതയുണ്ടോ നിനക്ക്? ഇല്ല. മേലാലെ ഇനി ഇത്ര മാത്രം ഉള്ളത് എഴുതിക്കൊണ്ടിടരുത്. നിൻ്റെ കൂട്ട് വലിക്കാൻ നടന്നതല്ല ഞാൻ. മാനസിക വിദ്യാഭ്യാസം നന്നായിട്ട് എനിക്കുണ്ട്. മനസ്സിലായോ? കുട്ടിക്കാലം മുതലേ ടീച്ചറിൻ്റെ ജോലി എടുത്തിട്ടുള്ളവളാണ് ഞാൻ. കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളവളാണ്. അതായത് നീ ഈ പറഞ്ഞ പണിക്ക് എനിക്ക് പോകാൻ സമയമില്ലായിരുന്നു. അത് നിൻ്റെ തള്ളമയിര് പോയിട്ടുണ്ട്. അത് നിൻ്റെ നാട്ടുകാരും അവരെല്ലാവരും കൂടെ നിൻ്റെ തള്ളമയിരിനെ ഇങ്ങനെ പറഞ്ഞ് 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 നിൻ്റെ മനസ്സിനകത്തിൽ അത് കിടക്കുക. അത് നീ കൊണ്ടുവന്ന് എൻ്റെ ഈ പിന്നെ ചാനലിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് എഴുതിയിടരുത്. ഈ ലോകത്തുള്ള പെണ്ണുങ്ങളൊക്കെ ഒത്തിരി ഒന്ന് കഴിവുള്ള പെണ്ണിനെ കാണുമ്പോഴേ, പ്രത്യേകിച്ചും ഇന്നെപ്പോലുള്ള നാറുകൾക്ക് സൂക്കേടിളകും. നിന്നെ ഞാൻ എൻ്റെ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക. നീ അവിടെ കിടന്ന് നിന്നെ ഇട്ട് നരകിപ്പിച്ച് ഭ്രാന്ത് പിടിപ്പിച്ച് കൊടും ഭ്രാന്തിന് ഇരയാക്കും. നീ നോക്കിക്കോ. നീ ഇനി ഇത്രയൊന്നുമല്ല നീ ഇനി എഴുതുന്നത്. നീ ഇനി കുറേ എസ്സേ എഴുതും. നീ ഭൂലോകം മുഴുവൻ നിന്നെ ഞാൻ കാണിച്ചു തരും. ഇന്ന് രാത്രിയാകട്ടെ, നീ ഉറങ്ങത്തില്ല. നീ മനസ്സിലായോ? ഞാൻ ആരാണെന്നും എന്താണെന്നും ഭൂലോകം മുഴുവൻ നിന്നെ ഞാൻ കാണിച്ചു തരും. ഈ ഭൂമിയിലെ ഓരോന്നും നിനക്ക് ഞാൻ കാട്ടിത്തരും, ഉള്ളിൻ്റെ ഉള്ളിൽ കടന്നു വന്ന്. മനസ്സിലായല്ലോ? നീ കടന്ന് ഇക്ഷ ഇറ അപ്പ അമ്മ അയ്യ ഇറ വരയ്ക്കും. എന്തായാലും നിന്നെ ഞാൻ നോട്ടം ഇട്ടിട്ടുണ്ട്. ഇനിയാണ് നീ അനുഭവിക്കാൻ പോകുന്നത്. നീ ഇതിൻ്റെ എല്ലാം സാഷ്ടാംഗം പറയും. ഇപ്പോൾ ഓരോ ആളുകളും വന്ന് എൻ്റെ കാല് പിടിക്കുക. ഈ ഈ ദേശത്തുള്ളവരൊക്കെ തന്നെ, പല ദേശങ്ങളിലും ഉള്ളവർ. എന്നെ നീ ഈ ഉപയോഗിച്ച പദം ഉപയോഗിച്ച പലരും, ആ പാവം പിടിച്ച നീ ഇവിടെ എഴുതിയിട്ടേക്കുന്ന ഒരു സ്ത്രീയുടെ പേര്, ആ പാവം പിടിച്ച സ്ത്രീ ആൾക്കാരെല്ലാം അങ്ങനെ പറഞ്ഞും വിളിച്ചും വിളിച്ചും ലാസ്റ്റ് അവരുടെ കാല് പിടിക്കേണ്ടി ചെന്നു. എല്ലാത്തിനും അവരുടെ കാൽക്കൽ വീണ് നമസ്കരിക്കേണ്ടി വന്നു എല്ലാത്തിനും. മനസ്സിലായോ? എന്തായിരിക്കും? അവരവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ തേജസ്സിനെയായിരുന്നു, അതിനോടായിരുന്നു അവർക്ക് പ്രണയം. മനസ്സിലായോ? അതാരാണെന്ന് സ്വയം കണ്ടെത്തണം. നിന്നെപ്പോലുള്ള ഇതിനൊന്നും അത് കണ്ടെത്താനുള്ള യോഗ്യതയില്ല, കഴിവില്ല. അവരെന്താണെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഈ ലോകത്തിലെ പല മനുഷ്യരും എന്താണെന്ന് എനിക്കറിയാം. നീ എന്താണെന്ന് എനിക്കറിയാം. ഇതൊന്നും ആകാൻ കഴിയാത്ത വെറും നീ എന്താണോ ഇവിടെ എഴുതി വെച്ച് അത് മാത്രമാണ് നീ. എന്താണോ നിനക്ക് ആയിത്തീരേണ്ടത് അത് നീ എഴുതി വെക്കുകയാണ്. നിനക്ക് എന്താണ് ഇവിടെ ആയിത്തീരേണ്ടത് അത് നീ ആയിത്തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന് മറ്റാരുമല്ല ഉത്തരവാദി. നീ ഇവിടെ എഴുതി വെച്ച പദം എന്താണോ, ഓരോ നിമിഷവും നീ അങ്ങനെ ആയി 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 തീർന്ന് ഒടുങ്ങിപ്പോകും. ലോകം മുഴുവൻ ഇപ്പോൾ എൻ്റെ പിന്നാലെ വരുന്നു. എന്തായിരിക്കും കാരണം? എൻ്റെ ഓരോ കഴിവുകളും അവർ കാണുകയാണ്, കേൾക്കുകയാണ്. അല്ലാതെ നിൻ്റെ ഈ കണ്ണോടുകൂടിയല്ല മറ്റുള്ളവർ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. മനസ്സിലായോ? നിൻ്റെ ആഗ്രഹങ്ങൾ നീ ഇവിടെ എഴുതി വെച്ച് അത് നീ ആയിത്തീരും. ഞാൻ നന്നായിട്ട് മനഃശാസ്ത്രം പഠിച്ചതല്ല, നീ പറഞ്ഞ പണി പഠിച്ചിട്ടുള്ളവളല്ല.
ഇത്ര കാലവും ഞാൻ വർഷങ്ങൾ എടുത്ത് ആ ശാസ്ത്രം പഠിച്ചെടുക്കാൻ. മനസ്സിലായോ? അതിനിത്തിരി പാട് തന്നെയാ, പ്രയാസം തന്നെയാ. നീ നോക്കിക്കോ. നീ ഇതാ, നീ ഇപ്പം എന്താണോ എഴുതി വെച്ചത്, നിന്റെ ജീവിതം മുഴുവൻ ഇതായിത്തീരും.